ഹായ് കൂട്ടുകാരെ, ട്വിൻ ജേർണിയിൽ ഫെമിനൈൻ എനർജിക്കുള്ള ഏറ്റവും വലിയ ബ്ലോക്കുകളിലൊന്നാണ് പലപ്പോഴും അവർ യൂണിയനെക്കുറിച്ച് ഒരു ഡൗട്ട് എനർജിയിലിരിക്കും. അതായത് ഹീലായി കഴിഞ്ഞിട്ടും പ്രസൻറ്റിൽ അവർക്കുള്ള ഒരു സിറ്റുവേഷൻ്റെ അനുസരിച്ച് ആ ഒരു സിറ്റുവേഷനെ അനലൈസ് ചെയ്തിട്ട് എൻ്റെ യൂണിയൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് എനർജിയിലേക്ക് വന്നിട്ട് അവിടെ യൂണിയനെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്വിൻ സോൾസ് ഒരു സോൾ ആയതുകൊണ്ട് തന്നെ, ഒരു സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സെപ്പറേഷൻ നടക്കുന്നില്ല. ഒരേ കോൺഷ്യസ്നെസ് ആണ്, അവരെപ്പോഴും എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. പക്ഷെ ഫിസിക്കൽ വേൾഡിൽ രണ്ട് ഫിസിക്കൽ ബോഡീസ് ആയതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അതൊരു സെപ്പറേഷനായിട്ട് നമ്മൾ ഫീൽ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജേർണിയിൽ വരുമ്പം അൾട്ടിമേറ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റി കോൺഷ്യസ്നെസ് ആണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സോള്, നമ്മളുടെ സോളും അവരുടെ സോളും ഒന്നാണെന്നും ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സോൾസും വന്നിരിക്കുന്നത് ആ ഡിവൈൻ ലൈറ്റിൽ നിന്നുമാണെന്നും ഒരേ ലൈറ്റിൽ നിന്നുമാണെന്നുമുള്ള ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസ് ആവുന്നത്. അപ്പോൾ മറ്റുള്ള സോൾസിനും നമ്മൾക്കും എന്താണ് ഡിഫറൻസ്? ഓരോ സോളിൻ്റെ കോൺഷ്യസ്നെസ് ഡിഫറെൻ്റ് ആണ്, അത് മാത്രമാണ്. എല്ലാവരും വന്നിരിക്കുന്നത് ആ ഒരു പരമാത്മാവിൽ നിന്നുമാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പവറിൽ നിന്നുമാണ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സോൾ ലെവലിൽ ആലോചിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്നവർക്ക് ഈ ഒരു കഴിവ് ഉള്ളത്, അല്ലെങ്കിൽ അവർ ആ കഴിവിനെ കൂടുതലായിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിറ്റിനെ അറിയുക എന്നുള്ളതാണ്, നിങ്ങളുടെ സോളിനെ അറിയുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതറിയുക, നിങ്ങൾ ഈ എർത്തിൽ എന്തുകൊണ്ട് ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടു, അതിൻ്റെ ഒരു പർപ്പസ് കാണും, അതറിയുക. ഇതൊക്കെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്വിൻ സോളുമായിട്ടുള്ള ഒരു യൂണിയൻ നടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് വരുമ്പോഴൊക്കെയും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂണിയൻ നടക്കും. അതൊരു ഹാർമോണിയസ് യൂണിയൻ ആണോ, 3D യൂണിയൻ ആണോ, അല്ലെങ്കിൽ 3D പെർമനൻറ്റ് യൂണിയൻ ആണോ എന്നുള്ളത് ഫെമിനൈൻ എനർജിയുടെ ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് സെൽഫ് ഹീലിംഗ് ആണ്, ഇന്നർ വർക്കിലൂടെ. കാരണം ഈ 3D ലെവലിൽ ഫിസിക്കൽ ബോഡിയിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് നമ്മൾ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും, സ്പിരിച്വാലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ജേർണിയെക്കുറിച്ചോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നർ വർക്ക് ചെയ്ത് നമ്മളുടെ സോളിൻ്റെ കോൺഷ്യസ്നെസ് കൂട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നതിലൂടെ നമ്മളുടെ അവരുടെയും സോൾ ഒന്നായത് കൊണ്ട് തന്നെ അവരുടെയും കോൺഷ്യസ്നെസ് കൂടുകയും അവർ ഈ കാര്യങ്ങളെ റിയലൈസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിയനിൽ വരുമോ അല്ലെങ്കിൽ യൂണിയൻ എപ്പോൾ നടക്കും, ഇതൊന്നും ആലോചിക്കാതെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ഇന്നർ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ. ഇന്നർ വർക്ക് ചെയ്യാതെ വേറൊരു ഷോർട്ട് കട്ടും ഈ ജേർണിയിൽ നമ്മൾക്ക് ഈ പെയിനിൽ നിന്നും വെളിയിലേക്ക് വരാൻ ഇല്ല. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് ഡൗട്ട്സ് അയക്കാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം കൗൺസിലിംഗ് ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.